നമസ്കാരം. ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇസ്രായേൽ എന്ന രാജ്യത്തെ പറ്റിയാണ്. പാലും തേനും ഒഴുകുന്ന ഒരു നാടിനെപ്പറ്റി യഹൂദരുടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. അതാണ് കനാൻ ദേശം. യഹൂദർ തങ്ങളുടെ പിതാമഹനായി കരുതുന്ന അബ്രഹാമിനും ദൈവം വാഗ്ദാനം ചെയ്ത രാജ്യമാണ് കനാൻ നാട്. കനാൻ നാട് ഇന്നത്തെ ഇസ്രായേലും പാലസ്തീനും ചേർന്ന പ്രദേശമാണ്. ക്രൈസ്തവരുടെ ബൈബിളിലും യഹൂദരുടെ ഗ്രന്ഥങ്ങളിലും അബ്രഹാമിനെ പറ്റിയും കനാൻ ദേശത്തെപ്പറ്റിയും വളരെ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. യഹൂദർ, ജൂതർ എന്നൊക്കെ അറിയപ്പെടുന്ന യഹൂദ മതവിശ്വാസികളുടെ നാടാണ് ഇന്നത്തെ ഇസ്രായേൽ. ലോകത്തിലെ ഏക യൂത രാഷ്ട്രം കൂടിയാണ് ഇസ്രായേൽ. അബ്രഹാമിൻ്റെ മകനായ ഇസഹാക്കിൻ്റെ മകനായ യാക്കോബിൻ്റെ 12 മക്കളിൽ നിന്നാണ് 12 യഹൂദ ഗോത്രങ്ങളുണ്ടായത്. യാക്കോബിന് ഇസ്രായേൽ എന്നൊരു പേര് കൂടി ഉണ്ട്. യാക്കോബിൻ്റെ മക്കളെന്ന അർത്ഥത്തിലാണ് ഇസ്രായേൽകാർ എന്നും യഹൂദർ എന്നും അറിയപ്പെടാൻ കാരണം. 12 ഗോത്രങ്ങളിൽ ഏറ്റവും ശക്തം യൂദായുടെ ഗോത്രമാണ്. അങ്ങനെയാണ് യൂതന്മാർ എന്ന പേരുണ്ടായത്. ഹിബ്രു അഥവാ എബ്രായയാണ് യഹൂദരുടെ ഭാഷ. ലോകത്തിലെ ഏക യൂതരാജ്യം യെരുശലേം, അതിൻ്റെ ഇസ്രായേൽ. ആ ഇസ്രായേലിൻ്റെ തലസ്ഥാനം ജെറുസലേമാണ്. ഹിബ്രു ആണ് ഔദ്യോഗിക ഭാഷ. കൂടാതെ അറബിയും അവിടുത്തെ ഭാഷയാണ്. ഷേക്കൽ ആണ് നാണയം. 20,772 ചതുരശ്ര കിലോമീറ്ററാണ് വിസ്തീർണം. ഇത് ഏകദേശം കേരളത്തിൻ്റെ പകുതി വലിപ്പമേ ഉള്ളൂ. 68 ലക്ഷത്തോളം ജനസംഖ്യയുണ്ട്. യഹൂദർക്ക് പുറമെ ഇസ്ലാം മതവിശ്വാസികൾ, ക്രിസ്തു മതവിശ്വാസികൾ തുടങ്ങിയവർ അവിടെ താമസമുണ്ട്. 95% സാക്ഷരതാ നിരക്ക്. നമ്മുടെ നാട്ടിലേതുപോലെ പാർലമെൻ്ററി ജനാധിപത്യമാണ് ഇസ്രായേലിൽ. രാജ്യത്തിൻ്റെ പരമോന്നത നേതാവ് പ്രസിഡൻ്റാണ്. എന്നാൽ ഭരണത്തിൽ പ്രസിഡന്റിന് വലിയ പങ്കൊന്നുമില്ല. പ്രധാനമന്ത്രിക്കും മന്ത്രിമാർക്കുമാണ് ഭരണ ചുമതല. പ്രധാനമന്ത്രി, സുപ്രീം കോടതി ജഡ്ജി, അംബാസഡർമാർ തുടങ്ങിയവരെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. നമ്മുടെ രാജ്യത്ത് ഭൂരിപക്ഷം കിട്ടുന്ന പാർട്ടിയിലെ അംഗങ്ങളാണ് മന്ത്രിമാരാകുന്നത്. എന്നാൽ ഇസ്രായേലിൽ അങ്ങനെയല്ല. മിക്ക പാർട്ടിക്കാരും ഉണ്ടാകും മന്ത്രിസഭയിൽ. പാർട്ടിയുടെ അംഗബലം അനുസരിച്ചായിരിക്കും മന്ത്രിമാരുടെ